എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40-ാം അധ്യായം 1 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. ഭാവി ദേവാലയം. നമ്മുടെ പ്രവാസത്തിന്റെ 25-ാം വർഷം ആദ്യ മാസം 10-ാം ദിവസം, അതായത് നഗരം പിടിച്ചടക്കപ്പെട്ടതിന്റെ 14-ാം വർഷം, അതേ ദിവസം കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. എന്നെ ഒരു ദൈവിക ദർശനത്തിൽ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി. അവിടെ എന്റെ മുൻപിൽ ഒരു പട്ടണത്തിൻ്റെതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓടുകൊണ്ട് ഉണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ഒരു ചണച്ചരടും അളവുകോലും ഉണ്ടായിരുന്നു. അവൻ പടിപ്പുരയിൽ നിൽക്കുകയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ സൂക്ഷിച്ചു നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഞാൻ കാണിച്ചു തരുന്നതിലെല്ലാം നിന്റെ മനസ്സുറപ്പിക്കുക. അവ നിനക്ക് ഞാൻ കാണിച്ചു തരുന്നതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നീ കാണുന്നതെല്ലാം ഇസ്രായേൽ ഭവനത്തോട് പറയുക. ദേവാലയത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. അവന്റെ കയ്യിലുള്ളിരുന്ന അളവുകോലിന്റെ നീളം 6 നീണ്ട മുഴമായിരുന്നു. അതായത് ഒരു സാധാരണ മുഴവും ഒരു കൈപ്പത്തിയുടെ വീതിയും കൂടിയ നീളം. അവൻ ഫിത്തിയുടെ കനം അളന്നു. കനം ഒരു ദണ്ഡ്, ഉയരവും അളന്നു. അതും ഒരു ദണ്ഡ്. കിഴക്കോട്ടുള്ള പടിപ്പുരയിൽ ചെന്ന് അതിന്റെ നടകൾ കയറി ഉമ്മറപ്പടി അളന്നു. അതിന്റെ ഉയരം ഒരു ദണ്ഡ്. പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഒരു ദണ്ഡും നീളവും ഒരു ദണ്ഡ് വീതിയും. അവയ്ക്കിടയിലുള്ള സ്ഥലം 5 മുഴം. പടിപ്പുരയുടെ ഭൂമുഖത്തിനടുത്തുള്ള വാതിലിന്റെ ഉമ്മറപ്പടിക്ക് അകമേ നീളം ഒരു ദണ്ഡ്. അവൻ പടിപ്പുരയുടെ പൂമുഖം അകമേ അളന്നു ഒരു ദണ്ഡ്. അവൻ പടിപ്പുരയുടെ പൂമുഖം അളന്ന് 8 മുഴം നീളം. കട്ടിളപ്പടികൾക്ക് 2 മുഴം നീളം. പടിപ്പുരയുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു. കിഴക്കേ വാതിലിന് ഇരുവശവും 3 മുറി വീതം ഉണ്ടായിരുന്നു. എല്ലാറ്റിനും ഒരേ അളവ് തന്നെ. ഇരുവശങ്ങളിലുമുള്ള കട്ടിളപ്പടികൾക്കും ഒരേ അളവ് തന്നെ. പിന്നീട് അവൻ പടിപ്പുരയുടെ വീതി അളന്നു. അത് 10 മുഴം, നീളം 13 മുഴം. പാർശ്വമുറികൾക്ക് മുൻപിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതിരിട്ടിരുന്നു. പാർശ്വമുറികൾക്ക് 6 മുഴം നീളവും 6 മുഴം വീതിയും. അവൻ പാർശ്വമുറികളിൽ ഒന്നിന്റെ മേൽക്കൂര മുതൽ എതിർവശത്തുള്ള അതിന്റെ മേൽക്കൂര വരെ പടിപ്പുരയുടെ നീളം അളന്നു. വാതിൽ മുതൽ വാതിൽ വരെ 25 മുഴം. അവൻ പൂമുഖം അളന്നു 20 മുഴം. പടിപ്പുരയുടെ ഭൂമുഖത്തിന് ചുറ്റും അങ്കണമുണ്ടായിരുന്നു. പടിപ്പുരയുടെ മുന്നറ്റം മുതൽ അകത്തെ പൂമുഖത്തിന്റെ അറ്റം വരെ 50 മുഴമായിരുന്നു. പടിപ്പുരയ്ക്ക് ചുറ്റും പാർശ്വമുറികളിലും ഭൂമുഖത്തിനുള്ളിലും അകത്തേക്ക് ഇടുങ്ങിയ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. കട്ടിളപ്പടിമേൽ ഈന്തപ്പന ചിത്രണം ചെയ്തിരുന്നു. അവൻ എന്നെ പുറത്ത് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അങ്കണത്തിന് ചുറ്റും മുറികളും കൽത്തളങ്ങളും ഉണ്ടായിരുന്നു. കൽത്തളങ്ങൾക്കഭിമുഖമായി 30 മുറികളാണ് ഉണ്ടായിരുന്നത്. പടിപ്പുരകളുടെ നീളത്തിന് അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തളം. ഇതായിരുന്നു താഴത്തെ കൽത്തളം. താഴത്തെ പടിപ്പുരയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിന്റെ പുറത്തെ അറ്റം വരെയുള്ള ദൂരം അവൻ അളന്നു 100 മുഴം. അവൻ എന്റെ മുമ്പിൽ വടക്കോട്ട് നടന്നു. വടക്കോട്ട് ദർശനമായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പുര ഉണ്ടായിരുന്നു. അവൻ അതിന്റെ നീളവും വീതിയും അളന്നു. അതിന്റെ ഇരുവശത്തുമുള്ള 3 മുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടേത് തന്നെ അളവിലായിരുന്നു. അതിന്റെ നീളം 50 മുഴവും വീതി 25 മുഴവും. കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു ഇതിന്റെയും കിളിവാതിലുകളും ഭൂമുഖവും ഈന്തപ്പന ചിത്രങ്ങളും. അതിലേക്ക് 7 നടകളും ഉണ്ടായിരുന്നു. ഭൂമുഖം അകത്തായിരുന്നു. കിഴക്കുള്ളതുപോലെ അകത്തെ അങ്കണത്തിലേക്ക് വടക്കേ പടിപ്പുരയ്ക്കെതിരെയും ഒരു പടിപ്പുരയുണ്ടായിരുന്നു. പടിപ്പുര മുതൽ
പടിപ്പുര വരെ 100 മുഴം അവൻ അളന്നു. അവൻ എന്നെ തെക്കോട്ട് നയിച്ചു. ഇതാ തെക്കുവശത്തും ഒരു പടിപ്പുര, അതിൻ്റെ കട്ടിളപ്പടികളും ഭൂമുഖവും അളന്നു. അവയ്ക്കും മറ്റുള്ളവയുടെ അളവുകൾ തന്നെ. പടിപ്പുരയ്ക്കും ഭൂമുഖത്തിനും ചുറ്റുമുള്ള മറ്റുള്ളവയ്ക്കെന്ന പോലെ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിലേക്ക് 7 നടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭൂമുഖം അകവശത്തായിരുന്നു. ഓരോ കട്ടിളപ്പടിയിലും ഇരുവശത്തും ഈന്തപ്പന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അകത്തെ അങ്കണത്തിന്റെ തെക്ക് ഭാഗത്തും ഒരു പടിപ്പുരുണ്ടായിരുന്നു. പടിപ്പുര മുതൽ പടിപ്പുര വരെ അവൻ അളന്ന് 100 മുഴം. തെക്കേ പടിപ്പുരയിലൂടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു. ആ പടിപ്പുരയും അവൻ അളന്നു. മറ്റുള്ളവയുടെ അളവ് തന്നെയായിരുന്നു അതിനും. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും ഭൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിന് ചുറ്റും 25 മുഴം നീളവും 5 മുഴം വീതിയുമുള്ള ഭൂമുഖങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികൾ ഈന്തപ്പന ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഇതിലേക്ക് 8 പടികൾ ഉണ്ടായിരുന്നു. കിഴക്ക് വശത്തുള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി. അവൻ പടിപ്പുര അളന്നു. അതിന് മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിലും ഭൂമുഖത്തിലും ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്കും 8 നടകൾ ഉണ്ടായിരുന്നു. അവൻ എന്നെ വടക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുപോയി. അവൻ അത് അളന്നു. അതിനും മറ്റുള്ളവയുടെ അളവ് തന്നെ. അതിൻ്റെ പാർശ്വമുറികളും കട്ടിളപ്പടികളും ഭൂമുഖവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു. അതിന് ചുറ്റും കിളിവാതിലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ നീളം 50 മുഴവും വീതി 25 മുഴവുമായിരുന്നു. അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു. കട്ടിളപ്പടികളിൽ ഇരുവശത്തും ഓരോ ഈന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു. അതിലേക്ക് 8 പടികൾ ഉണ്ടായിരുന്നു. അവിടെ പടിപ്പുരയുടെ ഭൂമുഖത്തിൽ ഒരു മുറിയും അതിന് വാതിലുമുണ്ടായിരുന്നു. ദഹന ബലിക്കുള്ള വസ്തു അവിടെയാണ് കഴുകേണ്ടിയിരുന്നത്. ദഹന ബലിക്കും പാപപരിഹാര ബലിക്കും പ്രായശ്ചിത്ത ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ ഭൂമുഖത്തിൽ ഇരുവശത്തും ഓരോ മേശയും ഉണ്ടായിരുന്നു. വടക്കേ പടിപ്പുരയിൽ വാതിക്കൽ ഭൂമുഖത്തിന് പുറത്തായി 2 മേശയും ഉണ്ടായിരുന്നു. ഭൂമുഖത്തിന് മറുവശത്തും 2 മേശയുണ്ടായിരുന്നു. പടിപ്പുരയ്ക്ക് അകത്തും പുറത്തുമായി 4 മേശകളുണ്ടായിരുന്നു. അങ്ങനെ 8 മേശ. അവ മേലാണ് ബലി മൃഗങ്ങളെ കൊന്നിരുന്നത്. ദഹന ബലിക്കു വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത 1.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1 മുഴം ഉയരവുമുള്ള 4 മേശകൾ ഉണ്ടായിരുന്നു. ദഹന ബലിക്കും മറ്റ് ബലികൾക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത്. അകത്ത് ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തുകൾ പിടിപ്പിച്ചിരുന്നു. മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത്. പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അകത്തളത്തിൽ 2 മുറികൾ ഉണ്ടായിരുന്നു. ഒന്ന് തെക്കോട്ട് ദർശനമായി വടക്കേ പടിപ്പുരയ്ക്കകത്തും മറ്റേത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പുരയ്ക്ക് അടുത്തുമായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് തെക്കോട്ട് ദർശനമുള്ള മുറി. ബലിപീഠത്തിന്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ട് ദർശനമുള്ള മുറി. സോദോക്കിന്റെ പുത്രന്മാരാണ് ഇവർ. ലേവി പുത്രന്മാരിൽ ഇവർക്ക് മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അവിടുത്തെ സമീപിക്കാൻ പാടുള്ളൂ.
അവൻ അങ്കണം അളന്നു. അത് 100 മുഴം നീളവും 100 മുഴം വീതം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു. ബലിപീഠം ദേവാലയത്തിന്റെ മുൻവശത്തായിരുന്നു. അവൻ എന്നെ ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നു. ഭൂമുഖത്തിന്റെ കട്ടിളപ്പടികൾ അവൻ അളന്നു. 5 മുഴം. വാതിലിന്റെ വീതി 14 മുഴമായിരുന്നു. അതിന്റെ പാർശ്വഭിത്തികൾ 3 മുഴം വീതം. ഭൂമുഖത്തിന്റെ നീളം 20 മുഴവും വീതി 12 മുഴവുമായിരുന്നു. അതിലേക്ക് 10 പടികളും കട്ടിളപ്പടികളും ഇരുവശത്തും തൂണുകളും ഉണ്ടായിരുന്നു.